ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷബീസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ ഒരു ബ്യൂട്ടിഫുൾ പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരികയല്ലേ. അപ്പോൾ ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്ത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഒരു ബൗൾ എടുത്ത് അതിലൊരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിക്കാം. അതിൻ്റെ കൂടെ യെല്ലോ റൈസിൻ, ബ്ലാക്ക് റൈസിൻ, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, ഡേറ്റ്സ് എല്ലാം 1/4 കപ്പ് വീതം അതിനകത്തിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 1 കപ്പ് ഷുഗർ എടുത്തിട്ട് അതിൽ പാതി നമ്മൾ പൊടിച്ച് വയ്ക്കാം. ബാക്കി പാതി ഷുഗർ കാരമലൈസ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ആ പാത്രത്തിലോട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് നല്ല തിളപ്പിക്കുക. ഇപ്പോൾ ഷുഗർ വന്നിട്ട് പതുക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവും. പിന്നെ അതൊരു ഡാർക്ക് ബ്രൗൺ ആവും. പിന്നെ നല്ല ബബിൾസ് ഒക്കെ വരുമ്പോൾ ഒരു നല്ല തിക്ക് ബ്രൗൺ ആവുമ്പോൾ പതുക്കെ 1 കപ്പ് വെള്ളം വീതം അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. മാറി നിന്ന് ഒഴിക്കണേ, നല്ല ചൂടാണ്. ഇപ്പോൾ ഈ സിറപ്പിനകത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നില്ല ആ ഫ്രൂട്ട് മിക്സ്, അതിനെ ഇട്ടിട്ട് നല്ലോണം ബോയിൽ ചെയ്യാം. ബോയിൽ ചെയ്ത് വെള്ളം ഒന്ന് നല്ലോണം വറ്റി വരുമ്പോൾ അത് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ വേറൊരു പാത്രത്തിൽ 1 ഗ്ലാസ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 പിഞ്ച് സാൾട്ട്, ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സീവ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കൊരു മിക്സി ജാർ എടുത്തിട്ട് അതിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ വാനില എസൻസ് എടുത്തിട്ട് ഒരു 10 സെക്കൻഡ്സ് കറക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ഷുഗർ പൗഡർ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്നില്ലേ, അതും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു ഹൈ സ്പീഡിൽ ഒരു 10 സെക്കൻഡ്സ് കറക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ അതിനകത്ത് തന്നെ ഒഴിച്ചിട്ട് അതും ഒരു 10 സെക്കൻഡ്സ് കറക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രൂട്ട് മിക്സ് നന്നായി തണുത്തിട്ടുണ്ട്. അതിനകത്ത് 1/2 ടീസ്പൂൺ ക്ലോവ് പൗഡറും 1/2 ടീസ്പൂൺ ജാതിക്ക പൗഡറും 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡറും പിന്നെ നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ചിട്ടില്ലേ അതും എല്ലാം കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഉണ്ടല്ലോ, മൈദ, ബേക്കിംഗ് പൗഡർ, സോൾട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിന് കുറച്ചായിട്ട് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് മൈദ ഇടുമ്പോൾ മാത്രം നമുക്ക് എത്ര നട്ട്സാണ് ആവശ്യം അത് അതിൻ്റെ കൂടെ ഇടാതെ ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ കേക്ക് ബാറ്ററിനകത്ത് തന്നെ ഇട്ടിട്ട് നല്ലോണം ഫൈനലായിട്ട് ഒരു തറോ മിക്സ് കൊടുക്കാം. ഇപ്പോൾ ഫൈനലായിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ആ ബാറ്ററിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഓറഞ്ച് സിസ്റ്റും കൂടി ആഡ് ചെയ്യാം. ഓറഞ്ചിൻ്റെ തോലാണ്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നല്ലോണം ഒരു മിക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി. ഇപ്പം നമുക്കൊരു കേക്ക് ടിൻ എടുത്ത് അതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 to 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അതിൽ കുറച്ച് ഓയിലും ബ്രഷ് ചെയ്ത് അതിൻ്റെ പുറത്ത് ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പറും വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നില്ല ആ ബാറ്ററിനെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളൊരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാൻ നല്ലോണം ഒന്ന് വരഞ്ഞു കൊടുക്കാം. അതൊരു 2-3 പ്രാവശ്യം വരഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ടാപ്പ് ചെയ്യണം. ഒരു 3 പ്രാവശ്യം നമുക്കൊന്ന് ടാപ്പ് ചെയ്തും കൊടുക്കാം. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട നട്ട്സും കിസ്മിസും ഒക്കെ എടുത്തിട്ട് ബാറ്ററിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ ബേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റീൽ പാത്രമാണ്, ഒരു വലിയ സ്റ്റീൽ പാത്രം. അതിനകത്തൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി പ്രീ ഹീറ്റഡ് ആണ് 10 മിനിറ്റ്സിന്. ഇപ്പം നമുക്ക് കേക്ക് ടിനകത്ത് ഇറക്കി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഓൾമോസ്റ്റ് 1 അവർ 55 to 60 മിനിറ്റ്സ് വേണ്ടി വരും ഇത് വേകാൻ. വെന്തോന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് നല്ലോണം ഒന്ന് കുത്തി നോക്കാം. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ. എന്നാൽ പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പതുക്കെ നമുക്ക് കേക്കിനെ വെളിയിലെടുക്കാം. കേക്ക് നല്ലോണം തണുത്ത പിന്നെ വേണം ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാൻ. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനെ കണ്ടാൽ തന്നെ അറിയാലോ, നല്ല ടെക്സ്ചറും നല്ല ടേസ്റ്റും ഉള്ളൊരു അടിപൊളി കേക്കാണ്. എല്ലാവരും അപ്പോൾ അവരവരുടെ വീട്ടിൽ ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഒരു വണ്ടർഫുൾ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അൺടിൽ ദെൻ, ടേക്ക് കെയർ.